കഥകൾ ഓരോരുത്തരുടെയും മനസ്സിനെ സ്വാധീനിക്കുന്നത് പല വിധത്തിലാണ്. എന്നാൽ ആത്മാക്കളുടെ കഥകൾ ചിലരിൽ ഒരു ലഹരിയായി നുരഞ്ഞു പൊങ്ങും, മറ്റു ചിലർക്ക് പേടിയുളവാക്കും. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക്. ഇന്ന് 17/5/1989. ആരതിക്ക് ഇന്ന് രാവിലെ മുതൽ വേദന തുടങ്ങിയെന്ന് അമ്മ മുത്തശ്ശിയോട് പറയുന്നത് കേട്ടു. മുത്തശ്ശി രാശിപ്പലകയിൽ നോക്കി നാളും നാഴികയും കണക്ക് കൂട്ടാൻ ആരംഭിച്ചു. ആയില്യം നാള്, 3 നാഴിക കൂടി കഴിഞ്ഞാൽ അമാവാസിയിലെ ആയില്യം എന്ന് മുത്തശ്ശി പിറുപിറുത്തു. എന്നാൽ ജനനം മാത്രം വൈകുന്നു. ആസ്പത്രിയിൽ കൊണ്ടുപോവേണ്ടി വരുമെന്ന് വയറ്റാട്ടി അരയ്ക്ക് പുറത്ത് വന്ന് പറഞ്ഞു. കാളവണ്ടിയിൽ അത്രയും ദൂരം പോകുന്നത് ദുഷ്കരമാണ്. അതുമാത്രമല്ല, ഇന്ന് അമാവാസിയിലെ ആയില്യമാണ്. ആയില്യം കാവിനുള്ളിലൂടെയുള്ള യാത്ര അത്ര നല്ലതല്ലാന്ന് മുത്തശ്ശി വീണ്ടും പറഞ്ഞു. എന്നാൽ പോവാതെ തരമില്ലല്ലോ. ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇറങ്ങാൻ മുത്തശ്ശി ആവശ്യപ്പെട്ടു. യാത്ര തുടങ്ങി. പ്രകൃതി യാത്രയ്ക്ക് വിപരീതം കാണിച്ചുകൊണ്ട് മഴയെ പേമാരി പോലെ പെയ്യിപ്പിച്ചു. കൊടും കാറ്റ് കാളകളെ നടക്കാൻ താമസപ്പെടുത്തി. ആയില്യം കാവിനകത്തേക്ക് പ്രവേശിക്കാൻ കാളകൾ ഒരൽപ്പം മടി കാണിച്ചു. എന്നാൽ കേശവൻ്റെ ചാട്ടയടി കാളകളെ മുന്നോട്ട് നടത്തി. ആരതി പ്രസവവേദനയാൽ അലമുറയിട്ട് കരഞ്ഞു. ആയില്യം കാവിലെ ഇരുട്ട് കാളവണ്ടിയിലെ റാന്തൽ വിളക്കിന് വഴിമാറി. യാത്ര തുടർന്നു. ഒടുവിൽ കാവിലെ മധ്യഭാഗത്തെത്തിയപ്പോൾ കാളവണ്ടി നിശ്ചലമായി. കേശവൻ്റെ ചാട്ടയടിയിലും കാളകൾ അനങ്ങിയില്ല. പേടിച്ചരണ്ട് കാളകൾ 4 പാടും നോക്കി അമറാൻ തുടങ്ങി. പെട്ടെന്ന് ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ ആ രൂപത്തെ ഒരു നോട്ടം കണ്ടു. അതെ, രക്തദാഹിയായ ഒരു ആത്മാവായിരുന്നു അവൾ. പൂർണ്ണഗർഭിണിയുടെ രക്തത്തിൻ്റെ മണം അവളിൽ ലഹരി ഉണർത്തി. എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ നിശബ്ദമായിരുന്നു. എന്നാൽ ആ സമയം ആരതി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിൻ്റെ കരച്ചിൽ 4 പാടും മുഴങ്ങി. അപ്പോഴാണ് അവൾ പ്രത്യക്ഷപ്പെട്ടത്. നീലി എന്ന രക്തദാഹിയായ ഒരു രക്തയക്ഷി. തെല്ലും മടി കൂടാതെ ചുറ്റുമുള്ളവരെ അവൾ കൊന്നുകളഞ്ഞു. കുഞ്ഞിനെയും ആരതിയെയും ക്രൂരമായി തന്നെ അവളുടെ ദാഹത്തിനിരയാക്കി. ആയില്യംകാവ് ഇന്നും അതിൻ്റെ എല്ലാ ഭയത്തോടും കൂടി നിലകൊള്ളുന്നു.